ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. സുപ്രഭാതം. പ്രഭാത തീർത്ഥത്തിൻ്റെ 37ാം സുദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാലത്ത് ആകാശത്തിലേക്ക് ശ്രദ്ധ ഉയർത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഉദയസൂര്യനെ ആസ്വദിക്കാൻ നേരം കിട്ടാറുണ്ടോ? പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള ഒട്ടേറെ വിഭവങ്ങൾ നമുക്ക് ശാന്തി പകരാൻ സമർത്ഥമാണ്. യാന്ത്രികതയുടെ ലോകത്തിലേക്ക് പോകുമ്പോൾ പ്രകൃതിയിൽ നിന്ന് നാം അകന്നു പോകുന്നു. പ്രകൃതിയിൽ നിന്ന് നാം അകലുമ്പോൾ ശാന്തിയിൽ നിന്ന് നാം അകലാൻ സാധ്യതയുണ്ട്. ശാന്തിയിൽ നിന്ന് അകലുക, പ്രകൃതിയിൽ നിന്ന് അകലുക എന്ന് പറയുന്നത് അവനവനിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച വരുത്താതെ കാലം ആവശ്യപ്പെടുന്ന പ്രകാരം ഓടി നടക്കാൻ നിർബന്ധിതരാണ് നാം എങ്കിലും പ്രകൃതി കരുണയോടെ ഒരുക്കി വച്ചിട്ടുള്ള പ്രഭാത ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതിന് നാം നേരം കണ്ടെത്തിയേ തീരൂ. ഇല്ലെങ്കിൽ അവനവനെ നഷ്ടമായി പ്രകൃതിയുടെ അനുഗ്രഹത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ നാം എവിടെയൊക്കെയോ എത്തിപ്പോകും, അശാന്തരായി നശിച്ചു പോകും. ആ ദുർവിധി നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. ആത്മബോധത്തിലെ 35ാമത്തെ ശ്ലോകം വലിയൊരു പ്രഖ്യാപനമാണ് നടത്തുന്നത്. അഹമാകാശവത് സർവം ബഹിരന്തർഗതോച്യുതഃ സദാ സർവസമശുദ്ധഃ നിസ്സംഗോ നിർമ്മലോ അചലഃ. അഹം, ഞാൻ, ആത്മാവ് എപ്രകാരം ഒക്കെ ധ്യാനിക്കപ്പെടണം. അഹം ആകാശവത് സർവം, അതിരറ്റ ആകാശത്തെ ആത്മാവായി അനുധ്യാനം ചെയ്യാം. ആകാശത്തിന് പോലും അവകാശം, ഇരിപ്പിടം നൽകുന്ന ആത്മബോധം എത്ര ആരാധ്യമാണ്. ആകാശത്തെ നോക്കി ആത്മാവിനെ പരിചയപ്പെടാൻ ഉത്സാഹിക്കാം. അഹം ആകാശവത് സർവം, ഞാൻ ആകാശത്തെ പോലെ എല്ലാറ്റിൻ്റെയും. ഇവിടെ ആകാശം എന്ന് പറയുന്നത് നീലാകാശത്തെയോ മേഘാവൃതമായി നിൽക്കുന്ന ആകാശത്തെയോ ഇരുണ്ട ആകാശത്തെയോ കണ്ട ഓർമ്മയിൽ നിന്നും കുറച്ചുകൂടി സൂക്ഷ്മമായി സഞ്ചരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്ന ആകാശത്തെ, ഇവിടെ പറയുന്ന ആകാശം സ്പേസാണ്, ഇടമാണ്. ഇടം സൂക്ഷ്മമായ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഇടം അകത്തും പുറത്തും ഒക്കെയുണ്ട്. ആകാശത്തിൻ്റെ പദാർത്ഥമനുസരിച്ച് അവകാശത്തെ പ്രദാനം ചെയ്യുന്നത് എന്നത് ആലോചനാമൃതമാണ്. പദാർത്ഥങ്ങളൊക്കെ ഇരിക്കുന്നത് ആകാശത്തിലാണ്. അതുകൊണ്ട് ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ അഹം ആകാശവത് സർവം, ഞാൻ ആകാശത്തെ പോലെ സർവത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ബഹിഹി അന്തർഗതഃ, ഉള്ളിലും പുറത്തും ഒരുപോലെ തിങ്ങി വിങ്ങി നിൽക്കുന്നു. അഹമാകാശവത് സർവം ബഹിരന്തർഗതോ അച്യുതഃ. എൻ്റെ ഈ മഹിമയ്ക്ക്, എൻ്റെ ഈ അതിരറ്റ ഭാവത്തിന് ഒരിക്കലും ച്യുതി സംഭവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അച്യുതഃ, ച്യുതി, നാശം, വീഴ്ച. അച്യുതഃ, ഞാൻ ഒരിക്കലും ഈ ഒരു ഭാവത്തിൽ നിന്ന്, ഈ ഒരു മഹത്വ അവസ്ഥയിൽ നിന്ന് തെന്നി വീണു പോകുന്നില്ല. അഹമാകാശവത് സർവം ബഹിരന്തർഗതോ അച്യുതഃ സദാ സർവസമഃ. എല്ലായ്പ്പോഴും ജീവാത്മാവായി നിന്നുകൊണ്ട് നാം വൈവിധ്യങ്ങളെ കണ്ട് വിലയിരുത്തി പ്രതികരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഈ വസ്തുതയ്ക്ക് അപ്പുറത്ത് എല്ലാറ്റിലും സമമായി പരിലസിക്കുന്ന സർവസമഃ, അങ്ങനെയുള്ള ആത്മതത്വമാണ് ഞാൻ എന്ന് ജീവാത്മാവിൻ്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കട്ടെ. സദാ സർവസമഃ ശുദ്ധഃ. ശുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നില്ലാത്ത, രണ്ടുണ്ടോ അത് മാലിന്യമായി ഗണിക്കപ്പെടണം.
കാരണം അത് ഒന്നിന്റെ നിലനിൽപ്പിന് എപ്പോഴും അപകടമാണ്. സദാ ശുദ്ധ സമഹ നിസ്സംഗ, ഒന്നിലും ഒട്ടലില്ലാതെ വർത്തിക്കുന്ന, അനാസക്തമായി വർത്തിക്കുന്ന, സംഘമില്ലാത്ത നിസ്സംഗ, നിർമ്മല, മാലിന്യങ്ങളൊന്നുമില്ലാത്ത, അചല, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വൈഭവമാണ് ആത്മതത്വം. ഈ ഗൗരവത്തിന്, ആഴത്തിന്, മഹത്വത്തിന് ഉടമകളാണ് നമ്മൾ എല്ലാവരും എന്ന ഓർമ്മ നമ്മെ നയിക്കാൻ പര്യാപ്തമാവട്ടെ. അതിൻ്റെ അനുധ്യാനത്തിന് നമുക്ക് നിത്യപ്രചോദനം ഉണ്ടാവട്ടെ. ഹരി ഓം.